കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലുണ്ട്. CPM-നും പിണറായി വിജയനും LDF-നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കണ്ടകശനിയാണ് എന്ന് പറയാം. അവസാനിപ്പിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ച കേസുകൾ ഓരോന്നായി പുതിയ സതീശൻ സർക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പണി കിട്ടിയത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിലായിരുന്നുവെങ്കിൽ തൊട്ടു പിന്നാലെ കാഫിർ സ്ക്രീൻഷോട്ടിലും പണി കിട്ടാൻ പോകുകയാണ്. ഈ രണ്ട് വാർത്തകളിൽ ഞെട്ടിയിരുന്ന CPM-ന് മുന്നിലേക്കാണ് മൂന്നാമത്തെ വിശേഷം എത്തുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ ജാമ്യത്തിലായിരുന്ന ആകാശ് തില്ലങ്കേരി അടക്കം 17 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മറ്റൊന്ന്, മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടിയുടെ ക്രമക്കേട് പരാതിയിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. സർക്കാർ അധികാരമേറ്റ് 6ാം നാളാണ് മുൻ മന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് നവീൻ ബാബു കേസാണ്. അതിൽ കൂടി പുനരന്വേഷണം പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കണ്ടകശനി CPM-നെയും കൊണ്ടുപോകും. ഇതിനു പുറമെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRL-ന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിട്ടുമുണ്ട്. ED അന്വേഷണത്തിന് ഉണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങി. CMRL ഉദ്യോഗസ്ഥർ ഇനി ED-ക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. അതിഭീകരവും ദയനീയവുമായ തോൽവിയാണ് CPM-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്നത്. 2021-ൽ 99 സീറ്റുമായി അധികാരം നേടിയ LDF മുന്നണിക്കാകെ ഇക്കുറി ലഭിച്ചത് 35 സീറ്റുകൾ. തോറ്റാലും പ്രതിപക്ഷത്തിരിക്കാമെന്ന് സമാധാനിച്ചിരുന്ന പിണറായി വിജയന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു സതീശൻ സർക്കാരിന്റെ ആദ്യ തീരുമാനം. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആലപ്പുഴയിൽ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിന്റെയും തലയടിച്ചു പൊട്ടിച്ച പിണറായിയുടെ സുരക്ഷാ ജീവനക്കാർക്കെതിരായ കേസ് കുത്തിപ്പൊക്കി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. അവിടം കൊണ്ട് കഴിഞ്ഞില്ല. പിണറായിക്കും CPM-നും എന്നും കണ്ണിലെ കരടായ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിക്ക് പുനരന്വേഷണത്തിന്റെ ചുമതലയും നൽകി. പിണറായി സർക്കാർ തേച്ചുമാച്ചു കളയാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ച കേസിൽ ഇപ്പോൾ പിണറായിയുടെ വിശ്വസ്തരായ ജീവനക്കാർ സസ്പെൻഷന്റെയും അറസ്റ്റിന്റെയും വക്കിലാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ADGP MR അജിത് കുമാറിനെതിരെയും നടപടിയുണ്ടാകുമെന്ന് കേൾക്കുന്നു. ആലപ്പുഴയിൽ പിണറായിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാന്മാരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അതിലും വലിയ രക്ഷാപ്രവർത്തനമാണ് പിണറായിയും പിണറായിയുടെ ഓഫീസും അന്ന് നടത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. തന്റെ വിശ്വസ്തനായ MR അജിത് കുമാറിനെ ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് പിണറായിയുടെ ഓഫീസായിരുന്നു. അനുരജന്മാരെ രക്ഷിക്കാൻ പിണറായി ആദ്യം ചെയ്തത് ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് കേസ് ഡയറി തിരുത്താൻ ADGPക്ക് നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് റിപ്പോർട്ട് തിരുത്താനും തിരുത്തിയ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതുവരെയും എല്ലാത്തിനും നേതൃത്വം നൽകിയത് ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്ന് കേസ് അന്വേഷിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP SITക്ക് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. തിരുത്തിയ റിപ്പോർട്ടാണ് കോടതിയിൽ എത്തുന്നത് എന്ന് ഉറപ്പാക്കുന്നതുവരെ ADGPയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം അതിന്റെ ഫയൽ നമ്പർ അറിയിക്കണമെന്നും ADGPയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നതായാണ് വിവരം. ഇതോടെ ADGP മാത്രമല്ല ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ അടക്കം കുരുക്കിലാകുകയാണ്. ഇതിൽ ADGP MR അജിത് കുമാർ കുടുങ്ങിയാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടം ഭീകരമായിരിക്കും. ഈ വരുന്ന ജൂലൈയിൽ അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കാനിരിക്കുകയാണ്. കേസിൽ അകപ്പെടുകയും സസ്പെൻഷനിലാകുകയും ചെയ്താൽ അത് പ്രമോഷനെയും ബാധിക്കും. ADGP അജിത് കുമാറിനെതിരെ നടപടി ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, തിരുത്തിയ റിപ്പോർട്ട് DYSPക്ക് കൈമാറിയ ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ പേരുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ ഇവരുടെ മേലും കുരുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള അനുമതി നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം തേടുകയും ചെയ്തിരുന്നു. അതിക്രമത്തിന് നേതൃത്വം നൽകിയ ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സർവീസിൽ തുടരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷമുണ്ട്. SIT റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ പരിഗണനയിലാണ്. ഇത് DGP പരിശോധിച്ച ശേഷം അനിൽകുമാർ അടക്കം പ്രതിപട്ടികയിലുള്ള 5 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നാണ് വിവരം. പക്ഷേ ഇപ്പോൾ വരുന്ന ആരോപണങ്ങളെല്ലാം ADGP MR അജിത് കുമാർ നിഷേധിച്ചിട്ടുമുണ്ട്.
ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലും പുനരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ പുതിയ സംഘത്തെ നിയമിക്കുന്നതായുള്ള വാർത്ത പുറത്തുവരുന്നത്. ഷാഫി പറമ്പിലിനെ കുറിക്കാനുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ടിൽ അവസാനം CPM പ്രവർത്തകർ തന്നെ അകത്തുപോകുന്ന സ്ഥിതിയുണ്ട്. പാർട്ടിക്ക് പങ്കില്ല എന്ന് CPM ആവർത്തിച്ചു പറയുമ്പോഴും കേസിൽ ഒടുക്കം കുരുങ്ങിക്കിടക്കുന്നത് CPM പ്രവർത്തകരായ സൈബർ പോരാളികളുടെ പേരാണ്. അതിന് മറുപടിയൊന്നും CPM നൽകിയിട്ടുമില്ല. ചുരുക്കത്തിൽ ഷാഫിക്ക് പണി കൊടുക്കാൻ ഇറങ്ങി സ്വന്തം നെഞ്ചത്ത് തന്നെ വെടിവെച്ച അവസ്ഥയായി. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിന്മാർ അടക്കമുള്ളവരാണ് ഇപ്പോൾ കേസിലെ പ്രതികൾ. ഇവർക്ക് സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇതുവരെയും ഇവരാരും വെളിപ്പെടുത്തിയിട്ടില്ല. കേസ് ലീഗിന്റെ തലയിലിടാൻ തുടക്കത്തിൽ MSF പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇയാൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ കേസ് തള്ളിക്കളഞ്ഞു. കാസിമിനെ വിട്ടയച്ചുവെങ്കിലും ഇയാളുടെ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുന്ന ഷാഫി മുസ്ലിമാണ് എന്നും എതിർ സ്ഥാനാർത്ഥി അഥവാ ഷൈലജ ടീച്ചർ കാഫിർ ആണ് എന്നും ആർക്ക് വോട്ട് നൽകണമെന്ന് ചിന്തിച്ചു ചെയ്യൂ എന്നും അടങ്ങിയ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ സ്ക്രീൻഷോട്ട് വിവാദം CPMനെ തിരിച്ചടിച്ചിരുന്നു. ഷാഫിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാൻ അതും ഒരു കാരണമായിട്ടുണ്ട്. ഒടുക്കം ഈ കേസിലും പുനരന്വേഷണം വരികയാണ്. അന്വേഷണം വന്ന് മേൽപ്പറഞ്ഞ LDF പ്രവർത്തകർ കേസിൽ പ്രതികളാകുകയും ചെയ്താൽ അതിനെ LDF ഏത് രീതിയിൽ നേരിടും എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊന്ന്, മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ് എല്ലാ കാലത്തും CPMനെ കടന്നാക്രമിക്കാൻ ലീഗും കോൺഗ്രസും സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബിനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കേസിൽ CPM പ്രവർത്തകൻ ആകാശ് തില്ലങ്കേരി അടക്കം 17 പ്രതികളുണ്ടായിരുന്നു. ജാമ്യം നേടി പുറത്തു വിലസുന്ന മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാനുള്ള തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രതിഭാഗത്തിന്റെ തലക്കേറ്റ കനത്ത പ്രഹരമാണ്. നിലവിലെ കോടതിയിൽ നിന്ന് വിചാരണ മാറ്റുന്നതിനായുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് 17 പേരെയും ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവുണ്ടായത്. വിചാരണയ്ക്ക് പ്രതികൾ ഹാജരാകാതെ വരുമ്പോൾ മാത്രം കോടതികൾ പുറപ്പെടുവിക്കാറുള്ള റിമാൻഡ് ചെയ്യുന്നതിനുള്ള ഉത്തരവ് വിചാരണയ്ക്ക് എല്ലാ പ്രതികളും കൃത്യമായി ഹാജരാകുമ്പോഴും പുറപ്പെടുവിച്ചതാണ് പ്രതിഭാഗത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. വിചാരണ സുഗമമായി പൂർത്തിയാക്കുന്നതിന് പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള വിവേചനാധികാരം കോടതിക്കുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുടെ അഭിപ്രായം. കേസ് പരമാവധി വലിച്ചു നീട്ടി പുറത്ത് സുഗമമായി നടക്കാം എന്നായിരുന്നു പ്രതികളുടെ ഉള്ളിലിരിപ്പ്. കൃത്യമായി വിചാരണയ്ക്ക് ഹാജരാകുന്നതിനാൽ തന്നെ ജാമ്യം റദ്ദാക്കലോ അറസ്റ്റോ റിമാൻഡോ ഉണ്ടാകില്ല എന്നും അവർ വിശ്വസിച്ചു. എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടലിനും അപ്പുറത്തായിരുന്നു കോടതിയുടെ ചിന്തകൾ. പ്രതികളുടെ ദുഷ്ചിന്ത മനസ്സിലാക്കിയ കോടതി കൃത്യമായി ഇടപെട്ടു. ജാമ്യം റദ്ദാക്കി. കോടതി മാറ്റണമെന്നും വിസ്താരം ചോദ്യോത്തര രീതിയിൽ വേണമെന്നുമെല്ലാം പല ആവശ്യങ്ങളായിരുന്നു പ്രതികൾ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ എല്ലാം കോടതി തള്ളിക്കളഞ്ഞു. ഒന്നോർത്തു നോക്കൂ. കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ മുൻ സർക്കാർ 1 കോടിയോളം രൂപ പൊടിച്ച് കോടതിയിൽ പോയിട്ടും അന്വേഷണം തടയാനോ ഇപ്പോൾ ജാമ്യം റദ്ദാക്കുന്നത് തടയാനോ സാധിച്ചില്ല. പ്രതികളായവരുടെ ജാമ്യം തടയുന്നതിന് പകരം അവർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കി കേസ് അട്ടിമറിച്ച് ഒടുവിൽ CBI അന്വേഷിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യത്തെ പല കോടതികളിൽ നിന്നും തള്ളിവിടാൻ വേണ്ടിയാണ് 1 കോടി രൂപയോളം ചെലവിട്ട് നിയമ പോരാട്ടം നടത്തിയത്. CBI അന്വേഷണം തടയാനായി സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരെ എത്തിച്ചു നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഏകദേശം 95.96 ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് എന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും മുതിർന്ന അഭിഭാഷകർക്ക് ഫീസ് ഇനത്തിൽ മാത്രം വൻതുക നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ വിമാനയാത്ര, ഹോട്ടലുകളിലെ താമസം തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾക്കായും ലക്ഷങ്ങൾ ചിലവഴിച്ചു. മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിക്ക് നൽകിയത് 64.40 ലക്ഷം രൂപയും അമരീന്ദർ സിംഗിന് 22 ലക്ഷവും കൊടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് വിജയ് ഹൻസാരിയും ജയ്ദീപ് ഗുപ്തയുമാണ്. സുപ്രീം കോടതിയിൽ വാദിച്ചതിന് കൊടുത്ത ഫീസ് 3,30,000. കേസിൽ പ്രതികളായവർ CPM പ്രവർത്തകർ ആയതിനാലാണ് അവരെ സംരക്ഷിക്കാനും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടയാനും പൊതുജനങ്ങളുടെ നികുതിപ്പണം സർക്കാർ ദുരുപയോഗം ചെയ്തു എന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതാണ്. 2018 ഫെബ്രുവരി 12-നാണ് രാത്രി കണ്ണൂർ മട്ടന്നൂർ തെരൂരിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ഷുഹൈബിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്.
മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെ വിമാനത്തിൽ വധിക്കാൻ ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്ത ഒരു കേസ് ഇപ്പോഴും നിലവിലുണ്ട്. വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്ത് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ 4 വർഷമാകാറായിട്ടും ഇതുവരെ പോലീസിന് അതിന് സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് വ്യോമയാന വകുപ്പുകൾ ചുമത്തുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയും ചെയ്തത്. പ്രതികളാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുമായിരുന്ന സന്ദർഭത്തിൽ അത് ഒഴിവാക്കാനായിരുന്നു പോലീസ് വ്യോമയാന വകുപ്പ് ചുമത്തിയത്. ഈ നീക്കത്തിനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തെ മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമമാക്കി മാറ്റി കേസെടുക്കുകയായിരുന്നു അന്ന് LDF സർക്കാർ. ഇനി CPM-നെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു സംഭവമാണ് നവീൻ ബാബുവിന്റെ മരണം. യാത്രയയപ്പ് പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ യോഗത്തിലേക്ക് കയറി വരികയും നവീൻ ബാബുവിനെതിരെ നട്ടാൽ കുടിക്കാത്ത നുണ വിളിച്ചു പറയുകയും അതിൽ മനംനൊന്ത് നവീൻ ബാബു ജീവനൊടുക്കി എന്നതുമാണ് കേസ്. ഇപ്പോൾ എങ്ങുമെത്താത്ത തേഞ്ഞുമാഞ്ഞു പോകാൻ പോകുന്ന ഈ കേസിലും വൈകാതെ പുനരന്വേഷണം ഉണ്ടായേക്കുമെന്നാണ് വിവരം. അങ്ങനെ സംഭവിച്ചാൽ അതും CPM-ന് 8ന്റെ പണിയാകും. മറ്റൊരു കാര്യം, ഇന്ന് പുറത്തു വന്ന വാർത്ത, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRL-ന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഇനി ഹാജരാകേണ്ടി വരും. വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻതുക നിയമവിരുദ്ധമായി നൽകി എന്നതാണ് പ്രധാന ആരോപണം. ഈ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിട്ടുണ്ട്. എന്നാൽ EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് CPM-ന് ഇപ്പോൾ കണ്ടകശനിയാണ് എന്ന് പറയുന്നത്. എന്തായാലും CPM ഈ ആരോപണങ്ങളെല്ലാം, കേസുകളെല്ലാം പ്രതിരോധിച്ചു നിന്ന് ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് മറന്നു പോകാതിരുന്നാൽ കൊള്ളാം.